കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. 10-ാം ബ്ലോക്കിലെ അനീഷാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിജേഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. വിജേഷ്, കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തിയാണോ ആക്രമിച്ചത്? എന്താണ് അവിടെ സംഭവിച്ചത്? ജിൽസി, ഈ പറയുന്ന അനീഷിന്റെ വീട്ടുമുറ്റത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അനീഷ് രാവിലെ വീട്ടുമുറ്റത്ത് പുറത്തിറങ്ങിയതായിരുന്നു. രാവിലെ പുറത്തിറങ്ങിയ ഘട്ടത്തിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ നെഞ്ചത്ത് ഉൾപ്പെടെ പരിക്കുണ്ട്. കാട്ടാന ചവിട്ടി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തുടർന്ന് അപ്പോൾ തന്നെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് അനീഷിനെ കൊണ്ടുപോയി. പക്ഷേ അനീഷ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് തന്നെ മരണപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞാണ് മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. അടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനാണ് ഇപ്പോഴുള്ള തീരുമാനം. നേരത്തെ തന്നെ ഈ ആറളത്തെ 10-ാം ബ്ലോക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പകൽ സമയത്ത് ഉൾപ്പെടെ പ്രദേശത്ത് കാട്ടാന എത്തുന്നു എന്നുള്ള വിവരവും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും നേരത്തെ കാട്ടാന ശല്യത്തിൽ ഒരാൾ മരിച്ചതിൽ അവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടായിരുന്നു. തുടർന്ന് കാട്ടാന മതിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കും, കാട്ടാന തിരിച്ച് കാട്ടിലേക്ക് അയക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്നൊക്കെ വനം വകുപ്പും മറ്റും ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പൊക്കെ ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. വിജീഷ്, ആറളത്ത് പലതവണയായി ഇത്തരം വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ആളുകളൊക്കെ വലിയ തരത്തിൽ ഒരു സുരക്ഷയും ഇല്ലാതെ ജീവിക്കുന്നവരുമാണ്. പക്ഷെ ഓരോ തവണയും ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള ഉറപ്പുകൾ അവർക്ക് കിട്ടാറുണ്ട്. പക്ഷേ പലപ്പോഴായി ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ജിൽസി, അത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഈ കൊടും വേനൽ കൂടി ആയതോടുകൂടി കർണാടക വനത്തിൽ നിന്നുള്ള കാട്ടാന കാരണം ഫാമിലേക്ക് എത്തുന്നത് പതിവായിട്ടുണ്ട്. ഫാമിലെ ജനവാസ മേഖലകളിലേക്ക് കൂടി ആനകൾ എത്തുന്നതോട് ജനവാസം തന്നെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ പോലും കാട്ടാനകളെ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ വനം വകുപ്പ് ഈ കാട്ടാനകൾ ഇവിടെ തുരത്തുന്നതിനുള്ള ഒരു നടപടി സ്വീകരിച്ചിരുന്നു. അത് കഴിഞ്ഞ് പൂർണ്ണമായിട്ടും കാട്ടാനകളെ അവിടുന്ന് മാറ്റി എന്നുള്ളതായിരുന്നു വനം വകുപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ വെള്ളത്തിനടക്കം വലിയ തരത്തിലുള്ള ക്ഷാമം വന്ന ഘട്ടത്തിൽ കാട്ടാനകൾ പതിവായിട്ട് പുഴ കടന്ന് മറുഭാഗത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിനകത്ത് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഈ നിർമ്മാണ തൊഴിലാളിയായിട്ടുള്ള അനീഷിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ശരി, വിജേഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകുന്നത്.